അസ്സലാമു അലൈക്കും. പഴംപൊരി ഉണ്ടാക്കിയില്ലേ? വട്ടത്തിൽ പഴം അരിഞ്ഞിട്ട് പഴംപൊരി ഉണ്ടാക്കിയ പഴംപൊരി കൂട്ടി ചായ കുടിക്കാൻ പോവുകയാണ്. കട്ടൻ ചായ കണ്ട, കലക്കുള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് കൊടുത്ത് ഞാനപ്പോൾ ഇപ്പുറത്തിരുന്ന് ചായ കുടിക്കാൻ പോവുകയാണ്. പണ്ട് നോമ്പിനൊക്കെ, പണ്ടല്ല വീട്ടിലായിരുന്ന സമയത്ത് നോമ്പിനൊക്കെ പിന്നെ ഇതുപോലെയല്ല, നമ്മൾ സാധാരണ പഴം പൊരിക്കണ രീതിയിലൊക്കെ പൊരിച്ചാണ് നോമ്പ് തുറക്കണത്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് പഴംപൊരി. കൂടുതൽ ഉണ്ടാക്കാനായിട്ടുള്ള എളുപ്പവുമാണല്ലോ. ഒരാൾക്കൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് വിഭവസമൃദ്ധമായ നോമ്പ് തുറക്കലൊന്നും ഉണ്ടാകുകയല്ല. അപ്പം ഞാനൊന്നെങ്കിൽ ഇതുപോലെ ഒരു പഴം മേടിച്ച് പൊരിക്കും, ഇതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം കടയിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നോമ്പ് തുറക്കാനായിട്ട് കാരക്ക മുതൽ എല്ലാം കൊണ്ടുവന്ന് തരും. അപ്പം മേടിച്ച് വെക്കണത് വേസ്റ്റായി പോകും. അപ്പം ഇതിപ്പോൾ പൊരിച്ചപ്പോൾ ഞാൻ നോമ്പിൻ്റെ കാര്യം ആലോചിച്ച്, ഇനിയിപ്പോൾ നോമ്പ് വരാനായിട്ട് കുറച്ചല്ലേ ഉള്ളു, വിരലുണ്ടാവുന്ന നാളുകളെ ഇനി നോമ്പ് വരാനായിട്ടുള്ളു. അപ്പം പിന്നെ പഴം പൊരിച്ചപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച്. കല അവളുടെ കൂട്ടുകാരത്തിയായിട്ട് ഭയങ്കര പൊരിഞ്ഞ വർത്തമാനമാണ്. ചില സമയത്തൊക്കെ എന്നെ മൈൻഡ് പോലും ഇല്ല, കൂട്ടുകാരത്തിയായിട്ടുള്ള വർത്തമാനമാണ്. പിന്നെ ഞാൻ ആലോചിക്കുക, അവളിനിപ്പോൾ 13-ാം തീയതി പോകും, എന്നാലും ഞാൻ ഒറ്റക്കാവും. പുതിയ ആരാണ് വന്നെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനത് കഴിക്കട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.